ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ പലതരത്തിലാണ്. നമുക്ക് ഇന്ന് ജീവിക്കാൻ പണം അത്യാവശ്യമാണ്. അതിനാൽ അതിനുള്ള നെട്ടോട്ടത്തിനിടയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ 6-ാം മാസം മുതൽ തന്നെ ക്രഷിലോ മറ്റ് നഴ്സറികളിലോ കൊണ്ടാക്കുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവിടുത്തെ ആയമാരായിരിക്കും. കുഞ്ഞുങ്ങളെ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നതും കുളിപ്പിക്കുന്നതും അവർക്ക് ആഹാരം കൊടുക്കുന്നതും എല്ലാം ഈ ആയമാരാണ്. അത് മാതാപിതാക്കളുടെ സാഹചര്യം അനുസരിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഈ കുഞ്ഞുങ്ങൾ പഠിച്ച് വലുതായി അവർക്ക് നല്ലൊരു ജോലിയൊക്കെ ആകുമ്പോൾ നമുക്ക് ജീവിക്കാൻ എന്തായാലും പണം ആവശ്യമാണ്. മാതാപിതാക്കൾ സമ്പാദിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വീട്ടിൽ ഇരിക്കാൻ സാധിക്കുകയില്ല. അപ്പം ഈ മക്കൾക്ക് എന്ത് ചെയ്യാം, പുറത്ത് പോകാനോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പുറം നാടുകളിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഈ മാതാപിതാക്കൾ പ്രായമായി ഇരിക്കും. ഈ മാതാപിതാക്കളെ ഒറ്റയ്ക്ക് വീട്ടിൽ ആക്കിയിട്ട് പോകുന്നത് സുരക്ഷിതമല്ല എന്ന് മക്കൾക്ക് തോന്നുന്നത് കൊണ്ട് അവർ എന്ത് ചെയ്യും, ഇവരെ വൃദ്ധസദനത്തിലോ ആശാഭവനുകളിലോ കൊണ്ടാക്കുന്നു. അപ്പോഴാണ് നമുക്കിതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. മാതാപിതാക്കളെ നോക്കാൻ വയ്യാത്തത് കൊണ്ടോ അല്ലെ അവർ ഭാരമാവുന്നത് കൊണ്ടൊന്നുമല്ല അവർ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു സാഹചര്യം അനുസരിച്ചാണ്. വീട്ടിൽ ഒറ്റയ്ക്കാകുമ്പോൾ അവർക്ക് വല്ല വിഷാദരോഗമോ അല്ലോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകുമല്ലോ എന്ന് പേടിച്ച് അവരെന്ത് ചെയ്യും, മാതാപിതാക്കളെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കൊണ്ടാക്കുന്നു. അതിൽ നമുക്ക് മക്കളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ മാതാപിതാക്കളെ കുറ്റം പറയാനോ ഒന്നും പറ്റുകയില്ല. നമ്മുടെ ജീവിത സാഹചര്യം അങ്ങനെ ആയിപ്പോയി. നമുക്കിനി എന്തായാലും ജീവിക്കണ്ടേ. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാകുന്നത് ഇപ്പോഴാണ്. ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളുള്ളത് കൊണ്ട് നമുക്ക് അവരെയൊക്കെ ഒന്ന് സുരക്ഷിതമായി ഏൽപ്പിച്ചിട്ട് പോകാം എന്നൊരു ആശ്വാസം കാണും. എന്തായാലും നമുക്ക് ജീവിക്കാൻ ഒരു നല്ലൊരു ജോലിയും പണവുമൊക്കെ ആവശ്യമാണ്. മാതാപിതാക്കൾ അവരുടെ നല്ല കാലത്ത് മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു. അതുപോലെ ഈ മക്കൾക്കിനി അവരുടെ തലമുറകൾക്ക് വേണ്ടി സമ്പാദിക്കണം. അതിങ്ങനെ ഓരോ തലമുറ അനുസരിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോരുത്തരും അവരുടേതായ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ മക്കൾ അവരെ സുരക്ഷിതരാക്കുന്നു എന്ന് പറയാം.